ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇറ്റ്സ് മൈ 19th ബർത്ത്ഡേ. അപ്പോൾ എല്ലാ വർഷം ചെയ്യണ പോലെ തന്നെ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി. ഈ അമ്പലം എൻ്റെ വീടിനടുത്തുള്ളതാണ്. ഞാൻ എല്ലാ ബർത്ത്ഡേക്ക് ഈ അമ്പലത്തിലാണ് പോകാറുള്ളത്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി ഇറങ്ങി കോളേജിന് സമയമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സോ പിന്നീട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കോളേജ് സ്റ്റോപ്പിൽ നിന്ന് കോളേജിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇവളുടെയാണ് നടക്കാറുള്ളത്. അത് കഴിഞ്ഞ് കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ നല്ല മഴ. അതുകൊണ്ട് ഈ പാലത്തോടെ നടന്നു പോകാമെന്ന് അവൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഇന്ന് ക്ലാസ് ഒന്നുമില്ല. ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവൾ ഇന്ന്. ബിക്കോസ് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചേച്ചി കോളേജ് വരെ എന്നിട്ട് കറങ്ങാൻ പോകാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവളെ വരാൻ നിർബന്ധിച്ചത് തന്നെ. പിന്നീട് എൻ്റെ ചേച്ചി 11 മണിക്ക് കോളേജ് എത്തും പറഞ്ഞിട്ട് 12:30ക്കാണ് എത്തിയത്. അത് സാരമില്ല. പിന്നീട് അവർ 3 പേര് എനിക്ക് വിഷ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ച്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കാറിൽ കയറിയിട്ട് ആദ്യം എവിടെ പോകാമെന്നായിരുന്നു ആദ്യത്തെ കൺഫ്യൂഷൻ. ഒരിക്കൽ കവ പോകാൻ പറഞ്ഞ്, പിന്നീട് മലമ്പുഴ പോകാൻ പറഞ്ഞ്, പിന്നീട് ചേച്ചി പറഞ്ഞു മലമ്പുഴ പോയാൽ കുറച്ച് പിക്കൊക്കെ എടുക്കുക, അതുകൊണ്ട് ആദ്യം തന്നെ മലമ്പുഴ പോകാമെന്ന് തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഇവൾക്ക് ഒടുക്കത്തെ സന്തോഷമായിരുന്നു. പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ മലമ്പുഴ എത്തി. അത് കഴിഞ്ഞ് അവിടെ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പോകാൻ നിൽക്കുവാണ്. പിന്നെ ഉള്ളിൽ കയറിയപ്പോൾ ഫുൾ മഴയായിരുന്നു. അതുകൊണ്ട് മഴ കുറയട്ടെ പറഞ്ഞ് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ. പിന്നീട് ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി ടിക്കറ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറിയപ്പോഴും ഫുൾ മഴയായിരുന്നു. ഞങ്ങളും പോവാണ് ഗൈസ്. പിന്നീട് ഞങ്ങൾ മഴഞ്ഞൊന്നും വിഷയാക്കിയില്ല. പക്ഷെ ആ പാലത്തൂടെ നടക്കുമ്പോൾ നല്ല രസമായിരുന്നു ശരിക്കും. പിന്നെ ഇതാണ് ഗായ്സ് ഞങ്ങളുടെ പാലക്കാടിൻ്റെ സ്വന്തം മലമ്പുഴ യക്ഷി. അത് കഴിഞ്ഞ് ഞങ്ങൾ മലമ്പുഴ ഡാമിൻ്റെ മേലെ കയറി കാണുന്ന കാഴ്ചയാണത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് ശരിക്കും. പിന്നെ ആ വ്യൂ ഒക്കെ കണ്ടിട്ട് താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആൻഡ് ദിസ് ഈസ് അഖിലേട്ടൻ ആൻഡ് ഈസ് ലൈക്ക് എ ബ്രദർ ആൻഡ് എ ഫ്രണ്ട് ഓൾസോ ഫോർ മീ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ നിന്ന് പോകാൻ തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണല്ലോ. നമ്മൾ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പോൾ കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരും മുതലൻ്റെ മേലെ ഇരുന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മലമ്പുഴ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കാറ് വരും, പോവും, തയ്ക്കും, പോവും. ആണ് ഷാനിമോൾ. ഇതും ഷാനിമോൾ. ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ആണ് ഇത്. അല്ല, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ. ആര് ഇവിടെ നോക്ക്, ഇതിന്റെയാണ് ഇത്. പിന്നീട് കാറ് വന്ന് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അൽബൈറ്റ് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് കോളേജിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അല്ലേ. എന്നിട്ട് ഈ റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ഫേമസ് എന്ന് പറയുന്നത് ഈ ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ അതെല്ലാവരും ഓർഡർ ആക്കിയിട്ട് ഞങ്ങൾ കഴിച്ച് എന്നിട്ട് അവിടെ നിന്ന് തന്നെ ഇറങ്ങി. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മെയിൻ ലിപ്സ്റ്റിക് ഇടുന്നതാണ് എൻ്റെ പരിപാടി. പിന്നീട് പാലക്കാട് നിന്ന് ഞങ്ങൾ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വീടെത്തി ഞങ്ങൾ എന്നിട്ട് ഡെക്കറേഷൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നീട് എനിക്ക് അത്ര ഫോട്ടോസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കേക്ക് ഓപ്പൺ ചെയ്തിട്ട് കേക്ക് വെച്ച് ഫോട്ടോ എടുക്കാനൊക്കെ തീരുമാനിച്ചു. പിന്നീട് എൻ്റെ ഒരു കസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് ബോറടിച്ചപ്പോൾ അവരെന്തോ ഒരു ഗെയിം കളിക്കണ്ടായിരുന്നു. പിന്നെ സക്സസ്ഫുള്ളി അഖിലേട്ടൻ തോറ്റിരിക്കുകയാണ് ഗായ്സ്. പിന്നെ എല്ലാവരും എത്തിയതിനു ശേഷം കേക്ക് മുറിക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഫുൾ ഡൗട്ടായിരുന്നു ഈ 3 ഏതാണ് ആദ്യം മുറിക്കാന്ന്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ഇതെന്നെ ചേച്ചിൻ്റെ ഗിഫ്റ്റാണ്. ശരിക്കും പറഞ്ഞ് ഞാൻ ഫ്രെയിമാണെന്നാണ് വിചാരിച്ച്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗിഫ്റ്റ്. അവൾ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ശരിക്കും. പക്ഷെ അവൾ അങ്ങനെ വാങ്ങിക്കാണ്ടൊന്നും ഇരിക്കില്ല എന്ന് എനിക്കറിയാം. ഞാൻ ബോക്സിനുള്ളിൽ എന്താ അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ അത് പൊട്ടി വലിച്ച് കീറുകയായിരുന്നു ശരിക്കും. എനിക്ക് പോയ വർഷം അവൾ ഐഫോണും പിന്നെ എയർപോഡൊക്കെയാണ് വാങ്ങിച്ചത്. എനിക്ക് ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് അതായിരുന്നു പോയ വർഷം. പിന്നെ തുറന്നു നോക്കിയപ്പോൾ ഇത് ഹെഡ്ഫോൺ ആയിരുന്നു. ശരിക്കും ഇത് നല്ല എക്സ്പെൻസ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നീട് എനിക്ക് ഗൗതം മാട്ടനാണ് ഗിഫ്റ്റ് തന്നത്. ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താ അറിയാൻ വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്യാൻ നിൽക്കുമായിരുന്നു. പിന്നീടാണ് അഖിലേട്ടൻ പിന്നീട് ഒരു ഗിഫ്റ്റ് വന്നത്. പിന്നെ ശരിക്കും ഞാൻ സർപ്രൈസ് ആയി. പിന്നെ ഞാൻ ഓരോ ഗിഫ്റ്റായിട്ട് പൊട്ടിക്കാൻ തുടങ്ങി. ശരിക്കും അതിൻ്റെ ഉള്ളിൽ എന്താ അറിയാൻ വേണ്ടി നല്ല ആകാംക്ഷയായിരുന്നു. എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ തുറക്കുമ്പോൾ നല്ല ആകാംക്ഷയായിരുന്നല്ലോ. പിന്നെ അത് തുറക്കുമ്പോൾ ഒരു ഫ്ലവർ വേസ് ആയിരുന്നു. എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞാൻ അഖിലേട്ടൻ്റെ ഗിഫ്റ്റ് ബോക്സ് തുറക്കാൻ തുടങ്ങി. ഞാൻ ആ ബോക്സ് കണ്ടപ്പോൾ വിചാരിച്ചു ചോക്ലേറ്റ് ആണെന്ന്. പക്ഷെ അതൊരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു. അതിനുള്ളിലുള്ള എല്ലാ സാധനവും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ടായിരുന്നു ശരിക്കും. പിന്നെ ആ ബോക്സിലെ സാധനങ്ങളൊക്കെ ഓരോന്നായി എടുത്തെടുത്ത് നോക്കുമായിരുന്നു ഞാൻ. അതിലൊരു ഡ്രസ്സ് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ആ ഡ്രസ്സിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും താങ്ക് യു സോ മച്ച്. പിന്നെ ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണിയും ഗ്രേവിയും പിന്നെ സാലഡൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ 2025 ബർത്ത്ഡേ. സോ എന്നെ വിഷ് ചെയ്തവർക്കും എനിക്ക് ഗിഫ്റ്റ് തന്നതിനും ഒരുപാട് നല്ല മെമ്മറീസ് തന്നതിനും ഒരുപാട് സന്തോഷം. സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, താങ്ക് യു.